ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഐ ഷാഡോ പാലറ്റുമായിട്ടാണ്. ഇത് എൻ്റെ ഒന്നും അല്ല, കുറച്ച് നാൾ മുന്നേ എനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. ഇതിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ, പല പല ഷെയ്ഡായിട്ട്. പക്ഷേ ഞാനത് കളഞ്ഞു. പിന്നെ ഈ ഒരു മിററും ആ ഒരു ക്യൂട്ട് ലുക്കും ബോക്സും കണ്ടപ്പോൾ അത് കളയാൻ തോന്നിയിട്ടില്ല, അത് എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കിന് ഇതുപോലത്തെ ഒരു ഐറ്റമാണ് ആവശ്യം. പക്ഷേ ഇത് ഭയങ്കര കുഞ്ഞതായിപ്പോയി, അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പകരം ഏതോ അറബി ചേച്ചി കളഞ്ഞ് തന്നെ ഫൗണ്ടേഷൻ്റെ ഒരു ബോക്സിൻ്റെ ഒരു കണ്ണാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു വാൽക്കണ്ണാടിയുടെ ഒരു മോഡൽ. വാൽക്കണ്ണാടി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വാൽക്കണ്ണാടിയൊക്കെ അത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. ആ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ അത്രയും നമ്മൾ സിമ്പിളായിട്ട് കാണരുത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കണി കാണാനൊക്കെ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാൽക്കണ്ണാടിക്ക് നല്ല പൈസ കേട്ടോ. അപ്പോൾ കണി കാണാൻ ആ ഒരു ലുക്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കണി കാണണമെന്ന് തോന്നുന്നവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കണി കാണുമ്പോൾ നല്ലൊരു ലുക്ക് ഭംഗിയല്ലേ. അപ്പോൾ വെറൊരു 5 രൂപേൻ്റെ ഗ്ലൂ സ്റ്റിക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്ലേ പോലും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലേ ഇല്ലാത്തവർക്കും ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കണ്ണാടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ക്ലേ ഇല്ലാണ്ട് വർക്ക് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഇതിൽ ഒരു ക്ലേ പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു കണ്ണാടിയും കുറച്ച് കാർഡ്ബോർഡും പിന്നെ നമ്മൾ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ആ ഒരു ഗ്ലൂ ഗൺ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു കണ്ണാടി ഞാൻ അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ കുറച്ചധികം പാടുപെട്ടു. ആ ഒരു ചെറിയൊരു ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൽ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാനും മനോഹരനൊക്കെ കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ആ ഒട്ടിച്ചത് ഞാൻ പറിച്ചെടുത്തു. നോർമലി നാട്ടിലൊക്കെ ഉള്ള ബോക്സ് ആണെങ്കിൽ ഒരു ഉന്തിനൊക്കെ നമുക്ക് ഒരു തള്ളിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് എത്ര ബലം പിടിച്ചിട്ട് നമുക്ക് ആ ഒരു പശയിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. അവസാനം പ്രയോഗം എന്നൊക്കെ പറയുന്ന പോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മളത് എടുത്തത് കേട്ടോ. ആ ഒരു മിറർ ആ ഒരു പശയിൽ തന്നെ നമുക്ക് പിന്നെയും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത്രയും സ്ട്രോങ് ആയിരുന്നു ആ പശ. അപ്പോൾ മിറർ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റ് പീസാണ് കേട്ടോ. ഇനി നമുക്ക് അത് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുറച്ചൊരു സൈഡ് ഭാഗം വിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ, കാരണം നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ ഒരു ഭാഗം നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് സെലക്ട് ചെയ്യണം. ഒരുപാട് ചുളിഞ്ഞതും അതുപോലെ തന്നെ പൊട്ടിയതും കീറിയതൊന്നും ആയിട്ടുള്ളത് എടുക്കരുത് കേട്ടോ. നമ്മൾ ഒരു കാർഡ്ബോർഡിലേക്ക് അതിൻ്റെ കറക്റ്റ് മിററിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലായിട്ട് വരുന്ന പോർഷനിൽ നല്ല നീറ്റായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് വെക്കാൻ നോക്കുക. കുറച്ച് ചുളിഞ്ഞതൊക്കെ ആയിട്ടുള്ളത് താഴെ വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ ഈ വരയ്ക്കുന്നതായിട്ടുള്ള ആ ഒരു പേപ്പർ നല്ല ഒരു പീസായിരിക്കണം കേട്ടോ. പിന്നെ ഒട്ടിച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. നല്ല ഷാർപ്പായിട്ടുള്ള നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആയിരിക്കണം. പിന്നെ ഇത് ഒടിഞ്ഞൊന്നും പോകരുത്. നമ്മളിത് ഒട്ടിച്ചൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു സ്ട്രോങ് ഫീൽ ചെയ്യണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ആറന്മുള കണ്ണാടീൻ്റെ മോഡൽ വെച്ചിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വരക്കുമ്പോൾ കുറച്ചൊക്കെ അടയാളങ്ങളൊക്കെ നോക്കി മാർക്ക് ചെയ്ത് രണ്ട് ഭാഗങ്ങളും ഒരേപോലെ തന്നെ കിട്ടുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ മാത്രം ചെയ്താലേ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡിസൈനിലുണ്ട്. അതിൽ ഗണപതിയുടെ ഒക്കെ ഫേസ് വരുന്നതും അതുപോലെ തന്നെ നോർമൽ റൗണ്ട് ഷേപ്പിൽ തന്നെ കുറേ പാറ്റേൺ വരുന്നതും അതുപോലെ തന്നെ ഞാൻ താമരേൻ്റെ ഒക്കെ ലുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലുക്കിൽ നമ്മളൊന്നൊരു ഔട്ട്ലൈൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കറക്റ്റ് ഷേപ്പിന് കണക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു കട്ടിങ് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. പിന്നെ വിഷു കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ പൂജാ റൂമിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നോർമലി വിഷുവിന് മാത്രമല്ല, നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഡെക്കോർ പീസായിട്ട് ഒരു ഷോക്കേസിലൊക്കെ വെക്കാനും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ നോർമലി വിഷു എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നൊരു കാര്യം എന്താ, വിഷുക്കോടി, കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ വിഷുക്കണി, സദ്യയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് നോർമലി ഫസ്റ്റ് വരുന്നത് വിഷു കൈനീട്ടം തന്നെയാണ് കേട്ടോ. വിഷുവിൻ്റെ ആ ഒരു സീസൺ സമയത്താണ് നമ്മുടെ നാട്ടിൽ മല്ലോട്ട് പാലോട്ട് കാവൽ ഉത്സവം, അതുപോലെ തന്നെ പല അമ്പലങ്ങളിൽ ഉത്സവമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കൈനീട്ടം കിട്ടിയ പൈസ ഒക്കെ എടുത്തിട്ട്, കാരണം ആരോട് ചോദിക്കണ്ടല്ലോ, ആ ഒരു പൈസ വെച്ച് നമുക്ക് ചന്തയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കാം, ആരും ഒന്നും പറയൂല. പക്ഷേ ഞാൻ നോർമലി ഒരുപാടൊന്നും വാങ്ങിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. ഞാൻ ഭയങ്കര സേവിങ്ങിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്താണ് ആ പൈസ എങ്ങനെയാണ് തീർന്നു പോകുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയുന്നില്ല കേട്ടോ. കാരണം ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, കാരണം ഒരുപാട് ഞാൻ എടുത്തു വെക്കാറുണ്ട്. കൈനീട്ടം കിട്ടിയതൊക്കെ ഒത്തിരി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും കിട്ടിയതൊക്കെ എടുത്തു വെക്കാറുണ്ട്. പിന്നെ ഈ ഉത്സവത്തിന് പോകുമ്പോൾ ഒന്നും അധികം ചിലവാക്കൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ആ ഒരു പൈസ ഒന്നും ഇപ്പം എവിടെ പോയി? എന്തായാലും ആവട്ടെ, ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു
നോർമൽ കണ്ണാടി ഒട്ടിച്ച പീസിലേക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിന് കണക്കായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനിയാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സിമ്പിളാണെന്നൊന്നും വിചാരിക്കേണ്ട. ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് വരയ്ക്കുമ്പോൾ ആ ഒരു കൈ വഴക്കം കറക്റ്റ് കിട്ടണം. എന്നാലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ലുക്കൊക്കെ ഒഴിവാക്കി നല്ല നീറ്റായിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മോഡൽ നോക്കിയിട്ടാണ് ചെയ്തതെന്ന്. അതിൽ കണ്ട ഡിസൈനാണ് ഞാനിവിടെ ഫോളോ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഇതുപോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു ശംഖിൻ്റെ പോലത്തെ ഒരു ലുക്കാണ് ഈ ഒരു ആറന്മുള കണ്ണാടിക്ക് ഉണ്ടായത്. ആറന്മുള കണ്ണാടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, നോർമൽ ഈ ഒരു കണ്ണാടിക്ക് ഉണ്ടായത്. അപ്പോൾ അതാ ഇതുപോലെ ആ ഒരു ഡിസൈനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ ഡോട്ടും വരയും കുറിയും അതുപോലെ തന്നെ കുത്തും കോമയൊക്കെ ഇട്ടിട്ട് എല്ലാം ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കണ്ണാടിക്ക് ചുറ്റുമുള്ള ഫ്രെയിം നല്ല നീറ്റാക്കി എടുത്താൽ തന്നെ നല്ല കിടിലനായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അതായത് ഇതുപോലെ ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. പിന്നെ കുറേ ലൈൻസ് ഇട്ട് കൊടുത്തു, അതിൻ്റെ ഇടയിൽ കുറച്ച് ലൈൻസ് പിന്നെയും ഇട്ട് കൊടുത്തു, പിന്നെയും ഡോട്ട് ഇട്ട് കൊടുത്തു, അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ താഴോട്ട് വരുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇതന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം, കയ്യിലൊന്നും കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ അതിൽ തൊടാനൊന്നും നിൽക്കരുത് കേട്ടോ. കാരണം ആ ഒരു ഡിസൈൻ നല്ല രീതിയിൽ ഫ്ലോപ്പായി പോകും, കയ്യിലിങ്ങനെ ഇളകിപ്പോൾ ഒട്ടിയിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മിററിനായിട്ടുണ്ടായിട്ടുള്ള ലൈൻസ്, അതായത് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിങ്ങനെ നാരിങ്ങനെ വന്നിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്താ ഇതുപോലൊരു പശ മാസ്കിൻ ടേപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിററിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പെയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എങ്ങനെ പോകും. അപ്പോൾ അതായത് ഇതുപോലെ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് ഒരു നൈറ്റ് കംപ്ലീറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം ബാക്കിലും കൂടെ പെയിൻ്റ് അടിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ പെയിൻറ്റ് തീരാനായതുകൊണ്ട് ഞാൻ അധികം പിന്നെ ബാക്കിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിലെല്ലാം കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം എടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ ഡസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഇതാ ഇതുപോലെ ഫിംഗർ ടിപ്പിലെടുത്തിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ആ ഡിസൈൻ കൊടുത്തതൊക്കെ നല്ല രീതിയിൽ വിസിബിൾ ആവും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ കണ്ടവർക്ക് എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കണ്ണി കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കൃഷ്ണനെ ചെയ്ത വീഡിയോയിൽ ഒരുപാട് നല്ല കമൻറ്റ്സ്, ഒരുപാട് പേര് നല്ല രീതിയിൽ അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പിക്ചർ ഇതുപോലെ നമ്മൾ കാർഡ്ബോർഡ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് കണി കാണാൻ എന്ത് ചെയ്യുന്നൊക്കെ ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കിലുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി. ട്രൈ ചെയ്ത് നോക്കും ചേച്ചി എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വലി റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി കമൻറ്റ്സൊക്കെ കണ്ടപ്പോൾ. ഒരുപാട് സന്തോഷം ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന്. അപ്പോൾ ഈ ഒരു വാൽക്കണ്ണാടി ലുക്ക്, ഈ ഒരു മോഡൽ, നമുക്ക് വാൽക്കണ്ണാടിനെ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഗോൾഡൻ കളർ ഡസ്റ്റ് ഞാൻ 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.